പാരമ്പര്യമായി തന്നെ കൃഷി തുടർന്നു പോരുന്ന ചില ഗ്രാമങ്ങൾ ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആയൂരിനടുത്തുള്ള ഇളമാട് ഗ്രാമം. പണ്ട് വ്യാപകമായി നെൽകൃഷി ചെയ്തിരുന്ന നിലങ്ങൾ ഇപ്പോൾ വാഴകൃഷിക്കായി വഴിമാറിക്കൊടുത്തിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. കരപ്പുരയിടങ്ങളിൽ വ്യാപകമായി റബ്ബർ കൃഷിയാണ് ചെയ്യുന്നത്. റബ്ബർ കൃഷിയിലൂടെയാണ് ഇവിടുത്തെ കർഷകർക്ക് സാമ്പത്തിക സുസ്ഥിരത നിലനിർത്താൻ സാധിക്കുന്നതും. ചേട്ടനെ ഇവിടെ മൊത്തം എത്ര സെന്റ് നിലമുണ്ട്? നിലം 2 ഏക്കർ 80 സെന്റ് നിലമുണ്ട്. കരപ്പുരയുടെ എത്രയുണ്ട്? കരപ്പുരയുടെ 4 ഏക്കറുണ്ട്. 4 ഏക്കർ ചില്ലറയുണ്ട്. വീട്ടുപുരയുടെ കൂടെ ചേർത്താണ്? വീട്ടുപുരയുടെ മാത്രം എത്രയാ? വീട്ടുപുരയിടം 15 സെന്റേ ഉള്ളൂ താമസിക്കുന്നത്. ബാക്കി കരപ്പുരയുടെ എല്ലാ വീട് നിൽക്കുന്ന സ്ഥലവും കരപ്പുരയിടം തന്നെ. അതിന്റെ കൂടെ ഉള്ള ബാക്കി റബ്ബർ റബ്ബർ. എത്ര ഏക്കറിലാണ് റബ്ബർ ഇട്ടേക്കുന്നത്? റബ്ബർ 4 ഏക്കറിനകത്ത് റബ്ബറാണ്. എത്ര മൂട് റബ്ബർ ഉണ്ട്? എനിക്ക് 1200 മൂട് റബ്ബറുണ്ട്. എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുക, കുറച്ച് വെട്ടാറുമുണ്ട്. എങ്ങനെയുണ്ട് റബ്ബറിന്റെ ഒരു വില? റബ്ബറിന്റെ വില എനിക്ക് വളരെ മോശമായി. ഇപ്പം ആദായം നല്ല രീതിയിൽ കിട്ടുന്ന റബ്ബർ ബോർഡിൽ ആദ്യം നല്ല രീതിയിൽ എനിക്ക് തൈ കിട്ടിയത് മോശമായിരുന്നു. രണ്ടാമത് പീരീഡ് അവിടെ ചെന്ന ഓഫീസറെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇനി തവാലയിൽ നിന്ന് പുഴുവുന്ന തൈ നല്ലത് നോക്കി വേണം, ആർക്കും പിന്നെ കൊടുക്കൂ. അങ്ങനെ എനിക്ക് തന്ന റബ്ബറിൻ തൈ എനിക്ക് 7 മരത്തിന് ഒരു ഷീറ്റ് വെച്ച് കിട്ടുന്ന മരമാണ് കിട്ടിയത്. എനിക്ക് ഇവിടെ ഒരു 300 മൂട് ബോർഡിൻ്റെ മരം തന്നതിനകത്ത് 40 ഷീറ്റ് കിട്ടും. ഇപ്പം ഈ നഷ്ടമാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ? റബ്ബർ വിലക്കുറവുണ്ടായതുകൊണ്ടും ഈ ടാപ്പിംഗ് ഏറെ കിട്ടാൻ പാടായതുകൊണ്ടും പിന്നെ ഈ കൂലിച്ചെലവ് കൂടുതലുണ്ട്. എന്ന് പറഞ്ഞാൽ ആസറ്റിന് വില കൂടുതലുണ്ട്. പിന്നെ അടുപ്പ് കൂലി ഇവിടെയൊക്കെ 1.5-2 വരെ ആയിട്ടുണ്ട് അടുപ്പ് കൂലി. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വളത്തിൻ്റെ വില അങ്ങേയറ്റം. മറ്റ് ജോലി ചെലവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ റബ്ബറിൻ്റെ കാര്യം നഷ്ടമെന്ന് വരും. പിന്നെ നമ്മൾ സ്വന്തമായി ചെയ്യുന്നവർക്ക് മാത്രം ഒത്തിരി മുതലാക്കിയെടുക്കും. അതുകൊണ്ടാണ് റബ്ബർ ഇപ്പം നഷ്ടം. കുറച്ചൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. എൻ്റെ ഭാര്യയാണ് കൂടുതൽ അത് സഹായിക്കുന്നത്. തന്റെ 14-ാമത്തെ വയസ്സിൽ കൃഷിപ്പണിയിലേക്ക് പ്രവേശിച്ച കർഷകനാണ് ശ്രീ സഹദേവൻ. കൃഷിയിൽ ഇടയ്ക്കിടെ ലാഭവും നഷ്ടവും ഉണ്ടാവാറുണ്ടെന്നും എന്നാൽ കൃഷിപ്പണിയിലൂടെ നേട്ടങ്ങളാണ് ഏറെ ഉണ്ടായിട്ടുള്ളതെന്നും 62 വയസ്സിലെത്തി നിൽക്കുന്ന ഈ കർഷകൻ പറയുന്നു. ഏക്കർ 80 സെന്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് പയർ, പാവൽ, വെണ്ട, ചേന, ചേമ്പ്, കപ്പവാഴ. ഇപ്പാണ് തൃശ്ശൂർ കൾച്ചറിൻ്റെ കുറേ വാഴകൾ കൊണ്ടുവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാൽ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ കൃഷിക്കിറങ്ങിയതാണ്. ഇപ്പോൾ 62 വയസ്സുണ്ട്. കൃഷിയിൽ നിന്ന് പലപ്പോഴും താത്തു വെച്ച് മാറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല. അവർ നമ്മട്ടിയും കൊണ്ട് ഇനി പുറത്തിറങ്ങും. ചേട്ടൻ കൃഷിയല്ലാതെ മറ്റേ എന്തെങ്കിലും ജോലി അറിയാമോ? എനിക്ക് അറിയാമെന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. കൃഷിയല്ലാതെ വേറൊന്നും അറിയാൻ പറ്റില്ല. മാറ്റി വെച്ചിട്ട് എങ്ങോട്ട് പോകാൻ? മാറ്റി വെച്ചിട്ട് ഒത്തിരിയൊക്കെ വയ്യാതെ വരുമ്പോൾ വിശ്രമം എടുക്കാമെന്നുള്ള ധാരണ വെച്ചാൽ അതാണ്ട് ഈ സാറന്മാരും സമ്മതിക്കുന്നില്ല. സാറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൃഷിയിൽ അനുഭവമുള്ള ഒരാൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പോകാൻ മാറ്റി വെക്കാൻ നോക്കുന്നുമില്ല, അവർ സമ്മതിക്കുന്നുമില്ല. ഇപ്പം തന്നെ ഒരുപാട് പ്രോത്സാഹനം ഇവർ തന്നാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വീണ്ടു പോകുന്നവരാത്ത ഞാൻ ചിലപ്പോഴൊക്കെ ചെല്ലാത്തപ്പം വിളിച്ചാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് നീങ്ങുന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തുണ്ടായതുകൊണ്ടാണ് ഞാൻ കൃഷിയിൽ നിന്ന് ഇപ്പോൾ പാത നിൽക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പച്ചക്കറികളിൽ നിന്ന് വിളവൊക്കെ എടുത്ത് എനിക്കിപ്പോൾ ഇട്ടതേ ഉള്ളൂ. നമ്മൾ ഈ പച്ചക്കറി സാറ് 1 മാസത്തിന് മുമ്പേ ഇവരെല്ലാം പ്രോത്സാഹനം തന്നു. എനിക്കിത് വൃശ്ചമാസം മുതൽ തുലാമാസം അവസാനത്തോടു കൂടി ഇട്ടെങ്കിൽ ഇത് 3 മാസം കൊണ്ട് ആ പച്ചക്കറിയുടെ വിളവ്. അത് ഈ തുലാമഴയോട് കൂടി ഇത് വെട്ടിക്കളയും. ഈ അസുഖങ്ങൾ കൂടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദായം കിട്ടാൻ കൃഷി ആഫീസിൽ നിന്ന് കിട്ടുന്ന ആദായം അല്ല നമ്മുടെ പ്രതീക്ഷ. നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന പയർ, ചീര. അതിന് നമ്മൾ ഈ തുലാമാസം അവസാനത്ത് ഇപ്പം തന്നെ കുറേ ഇട്ടിട്ടുണ്ട്. കിളിച്ച് വന്നതുകൊണ്ട് കവറി പാവിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ അത് ഇനിയിപ്പോൾ തടമെടുത്ത് കുറേ കിളിച്ചിട്ടുണ്ട്. അത് പോലെ ഇട പോകുന്നതിനകത്തോട്ട് നട്ടിട്ട് നമ്മൾ പന്തലിട്ട് കാര്യം. വാഴക്കൊലയൊക്കെ എവിടെയാണ് കൊടുക്കുന്നത്? വാഴക്കൊല ഞാൻ വിപണിയിലാണ് വിൽക്കുന്നത്. വിപണി കഴിഞ്ഞിട്ട് 3-4 കട പിടിച്ചിട്ടുണ്ട്. എനിക്ക് 10,000-1500 മൂട് വാഴയുണ്ടായതുകൊണ്ട് കടകളുണ്ട്. ഇവിടെ തന്നെ 44 രൂപയല്ല എനിക്ക് കിട്ടി. എനിക്ക് 49 രൂപ വെച്ച് ഏത്തക്കൊല ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി വെറ്റില കൃഷി ചെയ്യുന്ന കർഷകനാണ് സഹദേവൻ. ഏറ്റവും ലാഭകരമായ കൃഷിയെന്നാണ് വെറ്റില കൃഷിയെ പൊതുവെ വിശേഷിപ്പിക്കാറ്. ഒരാഴ്ചയിൽ മിക്ക ദിവസവും വിളവെടുക്കാൻ സാധിക്കുകയും
മാർക്കറ്റിൽ എപ്പോഴും വെറ്റിലയ്ക്ക് സ്ഥിരമായ വില ലഭിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതൊക്കെ ഇനം വാഴകളാണ് ഇപ്പം വെച്ചിരിക്കുന്നത്? എനിക്ക് ഏത്തവാഴയുണ്ട്, ഈ തൃശ്ശൂർ കൽച്ചൻ്റെ ഈ പൂവനുണ്ട്, കപ്പയുണ്ട്, പിന്നെ ഈ മോറിസ് പച്ചച്ചിങ്ങൻ പഴമുണ്ട്. ഇത്ര ഇനങ്ങളാണ്. ആ, ഇത്ര. ഇനി പുതിയ ഇനങ്ങളെല്ലാം വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് ഐറ്റം നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടി ഇതിൽ നിന്നും അല്പം കൂടെ ആദായമുള്ളത് കിട്ടണമെന്നുള്ള കണക്കൂട്ടെല്ലാം ഞാൻ നടക്കുന്നത്. കന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ കൃഷി ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെന്നെങ്കിലും വരുന്ന നല്ല കന്ന് എനിക്ക് തരണേന്ന് പറഞ്ഞാൽ ഏർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതേ നടുവ്. ഇനി നെൽകൃഷി ചെയ്യാൻ താല്പര്യം? നെൽകൃഷി ഞാൻ ചെയ്ത് 4 പുറ കണ്ടം ഇവിടെ കൃഷി ചെയ്തിട്ട് ഞാൻ ഈ കൊയ്ത് കൂലിക്കാരൻ നിർത്തി കൊയ്ത് കൊണ്ടുവച്ചിട്ട് അടിക്കാൻ ഒരാഴ്ച നടന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞ് നടന്നിട്ട് ഞാൻ വെട്ടാൻ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ഇത് അടിച്ച് വിഷമിച്ചിരിക്കുന്ന കണ്ടും കൊണ്ട് ആ കൊല്ലം താത്ത് വെച്ചത് ഇന്ന് വരെ പിന്നെ ഒരു നണി നിലം പോലും കൃഷി കിട്ടാഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരിറങ്ങി അറുത്ത് കെട്ടി ഞങ്ങൾ വീട്ടിൽ ചുമന്നുകൊണ്ടിട്ട് വണ്ടിക്ക് അടിച്ചിട്ട് നടന്ന ആളെ വിളിച്ച് എന്തും കൊടുക്കാമെന്ന് പറഞ്ഞാൽ കറ്റയാടി ഓടിച്ച് ഏതിന് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു. 14 വയസ്സിൽ തുടങ്ങിയതാണ്. 62 വയസ്സായി. അപ്പോൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് കൃഷി ചെയ്യുന്നു. ഇപ്പോഴും കൃഷി രംഗത്ത് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന, കൃഷിയോട് വളരെ താല്പര്യം കൊണ്ടായിരിക്കുന്നത്. പയ്യെന്ന് മനസ്സ് വെച്ചാലും പിന്നെ താല്പര്യമുണ്ട്, പിന്നെ ഇവരുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടായത് കൊണ്ട് എത്ര കൊല്ലമായാലും കൃഷി കളയാൻ കഴിയാലെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുക. വാഴ ഇനങ്ങളായ ഏത്തൻ, കപ്പ, വിവിധ പച്ചക്കറി ഇനങ്ങൾ, ചേന, ചേമ്പ് തുടങ്ങിയവയെല്ലാം തന്റെ 30 സെന്റ് വരുന്ന ഏലായിൽ കൃഷി ചെയ്യുകയാണ് രാമകൃഷ്ണൻ എന്ന ഈ പാരമ്പര്യ കർഷകൻ. വെറ്റില കൃഷിയും ഇദ്ദേഹം വളരെ നാളുകളായി ചെയ്തു വരുന്നുണ്ട്. വെറ്റില കൃഷിക്ക് വെള്ളം ഒരു അത്യാവശ്യ ഘടകമാണ്. ഈ വയൽ പ്രദേശത്ത് എപ്പോഴും വെള്ളം സുലഭമായി ലഭിക്കുന്നതിനാൽ ഏറ്റവും ലാഭകരമായി വെറ്റില കൃഷി ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു. പുരയിടത്തിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? നിലത്തിൽ കപ്പവാഴ, ഏത്തവാഴ, പിന്നെ ചേമ്പ്, ചേന കൃഷി ചെയ്യുന്നുണ്ട്. വെറ്റയും ചെയ്യുന്നുണ്ട്. വെറ്റക്കൊടിയും കൃഷി ചെയ്യുന്നു. മൊത്തം എത്ര സെന്റ് സ്ഥലമുണ്ട് അവിടെ? മൊത്തത്തിൽ 30 സെന്റ് സ്ഥലം. ഈ 30 സെന്റ് സ്ഥലത്താണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഏതാ ഇതില്? അതിൽ കൂടുതലായിട്ട് വാഴ, കപ്പവാഴ കൃഷി ചെയ്യുന്നുണ്ട്. വെറ്റ കുറച്ചേ ഉള്ളൂ. വെറ്റ ഒരു 3 പാത്തി, ഒരു 10-200 കൂടുതല. ഇത് ഈ വെറ്റ നന്നായിട്ട് ഇവിടെ വിറ്റ് പോകും? വിറ്റ് പോകും. ഇവിടെ അടുത്ത കമ്പളത്തിൽ കൊണ്ട് വിൽക്കും. ഈ വെറ്റ കൃഷി ഇവിടെ വേറെ പരിസരത്ത് വേറെ ഏതെങ്കിലും കർഷകർ ചെയ്യുന്നുണ്ട്? വലിയ തോതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെറ്റ കൃഷി ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കൃഷിയല്ലേ വെറ്റ കൃഷി? അത് പെട്ടെന്ന് കേടുവരാനും അങ്ങനെയൊക്കെ സാധ്യത. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചല്ലേ ചെയ്യുന്നത്? അപ്പോൾ അതിന് ഈ കീടങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കീടങ്ങൾ വരുവാന്നുണ്ടെങ്കിൽ കുമ്മായ ഇടും. കഴിവതും അതെങ്കിൽ ഈ രാസവളം കുറയ്ക്കും. ചാമ്പൽ, അടുപ്പിയാമ്പൽ, ഇങ്ങനെയുള്ളതൊക്കെയാണ് വെറ്റക്കൊടി. ആ വെറ്റ കൃഷിയുടെ കൂടെ തന്നെ കപ്പവാഴ കൃഷിയുണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? ഇഞ്ചി, ചേന, ചേമ്പ്. റബ്ബർ ഇവിടുത്തെ കർഷകരുടെ ഒരു അടിസ്ഥാന കാർഷിക വിഭവമായതിനാൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിക്കൊണ്ട് മറ്റു കൃഷികളിൽ വ്യാപൃതരാവാൻ ഇവർക്ക് കഴിയുന്നു. എന്നാൽ റബ്ബറിന്റെ ഇപ്പോഴത്തെ വിലക്കുറവ് ഈ കർഷകരെ കുറച്ചൊക്കെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. കരപ്പുരയുടെ ഇപ്പോൾ എത്രയുള്ളത്? കരപ്പുരയുടെ ഒരു 2 ഏക്കറിന് അടുത്തുണ്ട്. വീട്ടുപുരയുടെ ഉൾപ്പെടെയാണോ? ഉൾപ്പെടെ. ഈ 2 ഏക്കർ പുരയിടത്തിലും റബ്ബർ തന്നെയാണോ ചെയ്തേക്കുന്നത്? വേറെ കൃഷി. എത്ര കാലമായി റബ്ബർ നട്ടിട്ട്? റബ്ബർ ഒരു 10-20 വർഷം കൊണ്ട് വെട്ടുന്നുണ്ടാവും. വെട്ടി ആദായം എടുത്തോണ്ടിരിക്കുക. കുറച്ച് ഷോർട്ടർ വെട്ടുന്നുണ്ട്. അത് ശരി. അപ്പം അതെങ്ങനെയാ, ഒരു നഷ്ടമാണോ ഒരു ലാഭമാണോ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണോ? അതുകൊണ്ടാണ് ജീവിതമാർഗം പോകുന്നത്. ഞങ്ങളുടെ ജീവിതമാർഗം ഇവിടെ കൂടുതലും അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു നഷ്ടമാണോ? നഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ വിലക്കുറവ് കൊണ്ട് നമ്മുടെ ഈ രാസവളത്തിന്റെ ഇതുകൊണ്ടൊക്കെ ഉള്ള നഷ്ടങ്ങളുണ്ട്. രാസവളത്തിന്റെ സബ്സിഡി എടുത്ത് കളഞ്ഞ് അങ്ങനെ അതിന് രാസവളത്തിന് വില കൂടിയത് കൊണ്ടൊക്കെ പിന്നെ ജോലിക്കാരെ കിട്ടാനില്ല. അങ്ങനെയുള്ള ഇതല്ലേ ഉള്ളു. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നഷ്ടമൊന്നുമില്ല. റബ്ബർ കൃഷി നല്ല സ്വന്തമായിട്ട് വെട്ടി കൂലിക്കാർക്ക് കാശ് കൊടുക്കാതെ വെട്ടി എടുക്കുന്നുണ്ട്. നമുക്ക് ലാഭം തന്നെ. ഈ വീട്ടുപുരയിടത്ത് ചെയ്യുന്ന പച്ചക്കറി കൃഷി എന്തൊക്കെയാണ്? അത് വഴുതണയും ചീരയും മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വീട്ടാവശ്യത്തിന്. പിന്നെ പയറ്, പിന്നെ ഒരു 2 കൂട് പാവല്, അങ്ങനെയുള്ളതേ ഉള്ളൂ. അത്യാവശ്യം. ഇപ്പോൾ കൂടുതലായിട്ട് കൃഷി ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ട്. കൃഷി നമ്മുടെ ആവുന്നിടത്തോടെ കൃഷി ചെയ്യുക.
അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥലങ്ങളെല്ലാം സ്വന്തം പുരയിടമല്ലേ? സ്വന്തം. ഇനി പാട്ടത്തിനടുത്ത് കുറച്ച് വിപുലമായ രീതിയിൽ ചെയ്യണം അങ്ങനെയില്ല. ഇത്രയും പുരയിടത്തിനകത്ത് തന്നെ നമുക്കുള്ളതിനകത്ത് ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടില്ലാതെ ജീവിതം പോകുന്നുണ്ട്, ബുദ്ധിമുട്ടെല്ലാം മിച്ചവും വരുന്നുണ്ട്. അപ്പം വളരെ സന്തോഷമായ കർഷകനാണല്ലേ? കൃഷിഭവന്റെ സഹായത്തോടെയാണ് ഈ പ്രദേശത്തെ കർഷകർ ഇത്രയധികം വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിപണനത്തിന് നെടുമങ്ങാട്ടെ വേൾഡ് മാർക്കറ്റിൽ ഇപ്പോൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിക്കാർക്ക് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ലീഡിങ് കർഷകരെയൊക്കെ വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് സമ്പ്രദായം ആരംഭിച്ചിട്ടില്ലേ ഇപ്പം പുതിയതായിട്ട്? അത് ഞങ്ങളിവിടെ ഒരു മാർക്കറ്റിംഗ് ക്ലസ്റ്റർ എന്ന രൂപത്തിൽ ഒരു 25 കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽപ്പെട്ട കൃഷിക്കാരെ ഞങ്ങൾ നെടുമങ്ങാട് വിപണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കൃഷിക്കാരെ നമ്മൾ കണ്ടെത്തി അവരുടെ ഫീൽഡിലേക്ക് നമ്മൾ ചെന്നിട്ട് അവരുടെ കൃഷിയിടത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ഫാം പ്ലാൻ, അതായത് വർഷം മുഴുവൻ അവർക്ക് വിളവ് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ഫാം പ്ലാൻ തയ്യാറാക്കി അവരോടൊപ്പം നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഈ മാർക്കറ്റബിൾ സർപ്ലസ് നമ്മൾ വിപണനം ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ എളമാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു നല്ല ഇനിഷ്യേറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നല്ല പ്രതികരണമാണ് കൃഷിക്കാരൻ്റെ അടുത്ത് നിന്നുള്ളത്. കുറേയധികം ആളുകൾ വരികയും ഈ വിപണന കൂട്ടായ്മയിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. പുതിയ ആളുകൾ, പുതിയ കൃഷിക്കാർ ഈ കൂട്ടായ്മയിലേക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ VFPCKയിലും അല്ലാതെയുള്ള ചെറുകിട വിപണനത്തിലും ഒക്കെ കൂടുതലായിട്ട് അവർക്ക് ലാഭം കിട്ടുന്നത് നെടുമങ്ങാട് വിപണിയിൽ നിന്നാണോ? അല്ല, ഇവിടെ എളമാട് വിപണി തന്നെയാണ് ഇവരുടെ പ്രധാന വിൽപ്പന സ്രോതസ്സ്. നെടുമങ്ങാടും അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൃഷി വകുപ്പിൻ്റെ ഒരു സംരംഭം എന്നുള്ള നിലയിൽ അവിടെ കൂടി കൊടുക്കണം എന്നുള്ള രീതിയിൽ കൃഷിക്കാരനെ അതിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രയത്നമാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ പൊതുവിൽ പറയാനുള്ളത്, ഈ മാർക്കറ്റബിൾ സർപ്ലസ് ഉള്ള കൃഷിക്കാരന് സ്ഥാപനങ്ങളിൽ പോകാനോ മറ്റ് കച്ചവടത്തിനോ ഓടി നടക്കാനോ ഒന്നും സമയമില്ലാത്തൊരവസ്ഥയാണ്. അവർ എപ്പോഴും ഫീൽഡിൽ വളരെയധികം വ്യാപൃതരായിരിക്കും കാര്യങ്ങളിൽ. അപ്പോൾ അവരുടെ ഇടയിലേക്ക് വന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഈ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാർക്കറ്റബിൾ എല്ലാവരുടെയും പിന്നാലെ പോകാതെ ഈ മാർക്കറ്റബിൾ സർപ്ലസ് ഉള്ള ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു തത്വത്തിലാണ് നമ്മൾ എളമാട് കൃഷിഭവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൽ വളരെയധികം നേട്ടമുണ്ട്, കൃഷിക്കാരന് ആശാവഹമായിട്ടുള്ള നേട്ടമുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം നമ്മൾ 1-2 കർഷകരെ കണ്ടു കഴിഞ്ഞു, സഹദേവൻ, ഹരിദാസൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവരെ പോലെ തന്നെ ഇത്രയും വിപുലമായ രീതിയിൽ ആത്മാർത്ഥതയോടെ കൃഷി ചെയ്യുന്ന മറ്റ് എത്ര കർഷകർ ഈ സാറിൻ്റെ ഈ കൃഷി പരിധിയിലുണ്ടാവും? ഇതേ രീതിയിൽ വിപണിയിലേക്കോ നെടുമങ്ങാടേക്കോ അല്ലെങ്കിൽ തഴവയിലുള്ള ജില്ലാ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ കച്ചവടക്കാർക്കോ നേരിട്ട് ഇതേ കണക്കുള്ള ഭക്ഷ്യവിളകൾ, വാഴ അതുപോലുള്ള ഭക്ഷ്യവിളകൾ കൊടുക്കാൻ കഴിയുന്ന 50ഓളം കൃഷിക്കാർ ഞങ്ങളുടെ കൃഷിഭവൻ ഏരിയയിലുണ്ട്. ഇവരൊക്കെ കുറഞ്ഞത് 1 ഏക്കർ അതിന് മേലേക്ക് കൃഷിയിടമുള്ള ആളുകളാണ്. അപ്പോൾ ഈ കൃഷിക്കാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ഒരു സാധാരണഗതിയിൽ ഒരു ലൈവ്ലിഹുഡ് എന്നുള്ളതിനുപരി അവർക്ക് ഒരു ആദായം എടുക്കാനും ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ, ഒരു കമേഴ്ഷ്യൽ വെഞ്ചർ എന്നുള്ള രീതിയിൽ കൃഷിയെ കൊണ്ടുവരാനുമുള്ള പ്രോത്സാഹനത്തിനാണ് എളമാട് കൃഷിഭവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എളമാട് വിപണിയിൽ പല സീസണിലും പല ക്രോപ്പും ചെയ്യുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ എത്തുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ ഇത് ഏകദേശം യഥാർത്ഥത്തിലൊരു ഓഫ് സീസണാണ്. ഓഫ് സീസണിൽ പോലും ഇത്ര നല്ല വിളവും കൃഷി നമുക്ക് ഈ തോട്ടങ്ങളിൽ കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ ഒരു ഫാം പ്ലാൻ ഇവിടെ ആപ്ലിക്കബിളായിട്ട് ഇവിടെ നടത്തിയതുകൊണ്ടാണ്. കർഷകരുടെ ഇടയിൽ നിങ്ങൾ എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട് ഇറങ്ങി? തീർച്ചയായിട്ടും ഞാനും എൻ്റെ സ്റ്റാഫും അവരുടെ ഇടയിൽ തന്നെയാണ് എപ്പോഴും. അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുത്ത് അവരുടെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ പലരും കുടുംബാംഗത്തെ പോലെയാണ് നമ്മളോട് ഇടപെടുന്നത്. അവർ കൃഷിഭവനിൽ വന്നാലും അവരുടെ പരാതികളും പരിദേവനങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അത് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതിലൊക്കെ നമ്മൾ ഇടപെടാനും ഒരു കൃഷിഭവൻ എന്നുള്ളതിലുപരി ഒരു കർഷക ക്ഷേമം നടപ്പാക്കുന്ന ഒരു സംവിധാനം പോലെ പ്രവർത്തിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കർഷകൻ്റെ ക്ഷേമമാണ് പ്രധാനം. അല്ലാതെ അവന് നമ്മൾ കൊടുക്കുന്ന സബ്സിഡിയിലുപരി ഒരു കൈത്താങ്ങായി നിൽക്കുക, അവൻ്റെ ഒരു പ്രശ്നം നമ്മൾ കേൾത്താൽ തന്നെ പകുതി പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമായ സാധ്യമായിട്ടുള്ള ഇടപെടലുകൾ, അത് വിപണനത്തിനായാലും അവരുടെ വ്യക്തിജീവിതത്തിലായാലും അതുപോലെ തന്നെ കൃഷിയിടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലായാലും ഈവൻ കൃഷിക്കാർ തങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലായാലും നമ്മൾ ക്രിയാത്മകമായി ഇടപെടുകയും അവരെ കൃഷിയുടെ മുഖ്യധാരയിൽ തന്നെ നിർത്താനുള്ള ശ്രമവും, വിട്ടുപോകാൻ പല പ്രതിസന്ധികളിലും തയ്യാറാകുന്നവരെ പോലും നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ച് ഇതിലേക്ക് നിർത്തുന്ന ഒരു പ്രക്രിയ നമ്മൾ തുടരുകയാണ്. അതിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കർഷകരെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സബ്സിഡികൾ യഥാസമയം വാങ്ങിക്കൊടുക്കുന്നതിനും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ അതീവ ശ്രദ്ധ പുലർത്തുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഈ ഫീൽഡിൽ നോക്കുന്നത്? ഫീൽഡിൽ യഥാസമയം ഓരോ സ്കീം വരുമ്പോഴും അത് അറിയിക്കുക, അവരുടെ നിന്ന് അപേക്ഷ മേടിക്കുക, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക,
പിന്നെ അവരുടെ പരാതികൾ, വിളനാശം വന്നാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇവിടുത്തെ കർഷകരെ കുറിച്ചുള്ള അഭിപ്രായം? ഈ ഏരിയയിലെ കർഷകർ എന്ന് പറയുമ്പം നല്ല കൃഷിക്കാരാണ്. കൂടുതലും കൃഷി മേഖലയിൽ മാത്രം ജോലി ചെയ്യുന്നവരാണ്. പിന്നെ നല്ല കർഷകരാണ്, നല്ല കൂട്ടായ്മയുള്ളവരാണ്. പിന്നെ നിങ്ങളെ കൃഷി അസിസ്റ്റൻ്റ് എന്ന നിലയിൽ ഈ കർഷകർക്ക് ഏതൊക്കെ വിധത്തിലാണ് സഹായങ്ങൾ നൽകുന്നത്? അവർക്ക് സബ്സിഡി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറയാറുണ്ട്. പിന്നെ ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും, നമ്മൾ വന്ന് നോക്കും. പിന്നെ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവർക്ക് പല പ്രശ്നങ്ങളും കാണുമല്ലോ, ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വന്ന് എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തിനൊക്കെ വേണ്ടി ട്രെയിനിങ് കൊടുക്കാറുണ്ട്? ഇപ്പം പച്ചക്കറിയുടെ ഗ്രൂപ്പിന് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ അതിന് പറ്റിയ ഒരു മാഡത്തിനെ KVK എന്ന് വിളിച്ചിട്ട് അവർക്ക് ഒരു പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഈ ക്ലൈമറ്റിനനുസരിച്ച് പറ്റിയ വെറൈറ്റീസ്, പിന്നെ എന്തൊക്കെ വളം ചെയ്യാം, എന്തൊക്കെ കീടങ്ങൾ വരാം, അതിനെന്തൊക്കെ മരുന്ന് കൊടുക്കുക, അതെല്ലാം ട്രെയിനിങ് ഫസ്റ്റ് കൊടുക്കും. എന്നിട്ടാണ് ഇവർ ഫീൽഡിലോട്ട് കൃഷി ചെയ്ത് വരുന്നത്. ഇവർക്ക് ഇതിൻ്റെ ആത്മപദ്ധതി പ്രകാരം എന്തെങ്കിലും സഹായമല്ല, കൃഷി രീതികൾ നിങ്ങൾ ഇവരെ അവലംബിക്കാറുണ്ടോ? ആത്മയിൽ നമ്മൾ 1 ഏക്കറൊക്കെ ഉള്ള നല്ല കർഷകരെ സെലക്ട് ചെയ്തിട്ട് അവർ ഒരു ടെക്നിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഇപ്പം ചിലയിടത്ത് നമ്മൾ ഡബിൾ സക്കർ വാഴ, മിനി സെറ്റ് ചേന, അങ്ങനെയൊക്കെയുള്ള ഓരോ ടെക്നിക്സ് അത് ചെയ്യുമ്പോൾ അത് മറ്റുള്ള കർഷകരെ കൂടെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരത് കണ്ടുപഠിക്കും. കുറച്ച് പേര് അത് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ ഡബിൾ ഡക്കർ വാഴ, മിനി സെറ്റ് ചേനയൊക്കെ ആ രീതിയിലുള്ള കൃഷി ഇപ്പോൾ ഇവിടുത്തെ കർഷകർ ചെയ്യുന്നുണ്ടോ? കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. ഈ മിനി സെറ്റ് ചേനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിംഗ് ഭയങ്കര എളുപ്പമാണ്. മറ്റത് മുറിച്ച് വിൽക്കേണ്ട. അപ്പം ചെറിയ ചേന മാർക്കറ്റിൽ പെട്ടെന്ന് വിറ്റുപോകും. പിന്നെ ഡബിൾ സക്കർ ആകുമ്പം വലിയൊരു ചെലവ് കുറയ്ക്കാൻ പറ്റും, വാഴയുടെ കൃഷി ചെലവ്. കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ യഥാസമയം എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ നാട്ടിലും ആവശ്യത്തിന് വാഴക്കുലകളും പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനായി കൂട്ടായ ഒരു പ്രയത്നം തന്നെ എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് മാത്രം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊക്കാളി നിലങ്ങളിലെ ചെമ്മീൻ കൃഷിക്ക് ധനസഹായം. വളർത്തുമൃഗങ്ങൾക്കായി വെറ്ററിനറി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടാവണമെന്ന് ഇന്ത്യൻ സൊസൈറ്റി ഫോർ വെറ്ററിനറി സർജറി. ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം ഡയറി സയൻസ് കോളേജ്. വിശദമായ വാർത്തകളിലേക്ക്. പൊക്കാളി നിലങ്ങളിൽ ചെമ്മീൻ കൃഷിക്ക് ഫിഷറീസ് വകുപ്പ് ധനസഹായം നൽകുന്നു. മൈക്രോബാക്യം ഇനത്തിൽപ്പെട്ട ആറ്റുകൊഞ്ച് കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം ലഭിക്കുക. 1 ഹെക്ടർ പൊക്കാളി നിലങ്ങളിൽ ചെമ്മീൻ കൃഷി നടത്തുവാൻ 20,000 രൂപ ലഭിക്കും. ഇതിനോടൊപ്പം ഓരുജല കൃഷിക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യവും ലഭിക്കും. ഹെക്ടർ 1-ന് 1.5 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. താൽപ്പര്യമുള്ള കർഷകർ ഫിഷറീസ് വകുപ്പിന്റെ ജില്ലാ തല ഡെപ്യൂട്ടി ഡയറക്ടർമാരുമായി ബന്ധപ്പെടണം. ക്ഷീരമേഖലയുടെ ഉൽപാദന വർധനവിനുള്ള സാങ്കേതിക വിദ്യകൾ കർഷകരിലെത്തിക്കാനായി വെറ്ററിനറി സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് വിഭാഗം ഈ മാസം 23-ന് മതിലകത്ത് കർഷക ശാസ്ത്രജ്ഞ സംവാദം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 0487 237 6644. വെറ്ററിനറി ശസ്ത്രക്രിയാ രംഗത്ത് സൂപ്പർ സ്പെഷ്യാലൈസേഷന്റെ ആവശ്യകതയെക്കുറിച്ച് കേരള വെറ്ററിനറി സർവകലാശാലയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ വെറ്ററിനറി സർജറിയും തൃശൂരിൽ നവംബർ 6 മുതൽ 8 വരെ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല വളർത്തുമൃഗങ്ങളിലെ മാറുന്ന രോഗങ്ങൾക്കനുസരിച്ച് രാജ്യത്ത് വെറ്ററിനറി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ചു. ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിൽ അനുവർത്തിക്കുന്ന എല്ലാ ശസ്ത്രക്രിയാ രോഗനിർണയ സംവിധാനങ്ങളും പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് വെറ്ററിനറി ശസ്ത്രക്രിയാ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ക്ഷീരമേഖലയിലെ സ്വാശ്രയ സംഘങ്ങൾക്കായി പാലക്കാട് ചിറ്റൂർ ബ്ലോക്കിലും ഇടുക്കിയിലെ തൊടുപുഴ ബ്ലോക്കിലും വെറ്ററിനറി സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് വിഭാഗം 6 ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ
0487 237 6644. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് കേരള സർക്കാരിന്റെ കർഷക രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫോമുകൾ കൊയ്ത്തൂർകോണം ഗവൺമെന്റ് വെറ്ററിനറി ഹോസ്പിറ്റൽ, കരിച്ചാറ വെറ്ററിനറി സബ് സെന്റർ, ക്ഷീരസംഘങ്ങൾ എന്നിവിടങ്ങളിൽ ലഭിക്കും. കർഷകർ രജിസ്ട്രേഷൻ ഫോമുകൾ വാങ്ങി പൂരിപ്പിച്ച് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം നവംബർ 20 മുമ്പ് തിരികെ സമർപ്പിക്കണം. ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ മെമ്മോറിയൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിന്റെ തറക്കല്ലിടൽ കർമ്മം നവംബർ 21 ക്ഷീരവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് മണ്ണുത്തിയിൽ നിർവഹിക്കും. ഇതിനോടൊപ്പം പുതിയ വെറ്ററിനറി കോംപ്ലക്സിന് കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ തറക്കല്ലിടും. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന കോക്കനട്ട് നഴ്സറിയിൽ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ, ഗ്രോ ബാഗിൽ വളർത്തുന്ന പച്ചക്കറി തൈകൾ, ബുഷ് പെപ്പർ തൈകൾ എന്നിവ ലഭിക്കും. ആവശ്യമുള്ള കർഷകർ നഴ്സറിയുമായി ബന്ധപ്പെടണം. ഇനി കമ്പോളം നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,700 രൂപ, RSS 5 14,950 രൂപ, വെളിച്ചെണ്ണ 10,600 രൂപ, കൊപ്ര 7,650 രൂപ, കുരുമുളക് 50,700 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 325 രൂപ, തൊണ്ടില്ലാതെ 625 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 50,700 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 48,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 47,500 രൂപ, വയനാടൻ കുരുമുളക് 48,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 7,350 രൂപ, തളിപ്പറമ്പ് 6,800 രൂപ, കാസർഗോഡ് 6,700 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 10,866 രൂപ, കോട്ടയത്ത് 10,500 രൂപ, ആലപ്പുഴ 9,780 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 25.1. കൊച്ചി 32.8, 23.4. ആലപ്പുഴ 32.4, 25. പുനലൂർ 34, 23.5. തിരുവനന്തപുരം 32.7, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.